വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് അസിഡിറ്റി എന്ന് പറയുന്ന ഒരു ശാരീരിക അവസ്ഥ എങ്ങനെയൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും അസിഡിറ്റി നമുക്ക് ഇതൊരു സ്കിൻ ഡിസീസിന് കാരണമാകാം, അല്ലെങ്കിൽ ഹെയർ ഫോളിന് കാരണമാകാം, അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമാകാം, അല്ലെങ്കിൽ അതൊരു അലർജിക്ക് കാരണമാകാം. അപ്പോൾ ഈ അസിഡിറ്റി എന്ന് പറയുന്ന രോഗം നമുക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഏതവസ്ഥ, ചിലപ്പോൾ ഹൃദ്രോഗത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പരിധിവരെ ലിവർ സിറോസിസിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടൊക്കെ കാണുന്നത് അസിഡിറ്റി തന്നെയാണ് അവിടെയൊക്കെ വില്ലനായിട്ട് വരുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അൽഫോൺസേട്ടനാണ്. നമുക്കറിയാം അൽഫോൺസ് ജോസഫ് മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്, അല്ല പിന്നെ വേറെ മ്യൂസിക്കൽ എഡ്യൂക്കേഷൻ, മ്യൂസിക് ട്രെയിനിങ് ഒക്കെ ഉള്ളത്. അൽഫോൺസേട്ടൻ വർഷങ്ങളായിട്ട് നമ്മുടെ ഒപ്പം പല ആവശ്യങ്ങൾക്ക് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്നതാണ്, വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അൽഫോൺസേട്ടൻ നമ്മുടെ മരിയൻ ആയുർവേദയെ കുറിച്ച് അൽഫോൺസേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. ഇവിടെ വരുന്നത് ഞാൻ എൻ്റെ ഒരു ഫിസ്റ്റുലായിട്ടൊരു ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ളൊരു വിഷയം വന്നിട്ട് ഞാനിങ്ങനെ ശരിക്കൊരു ഗൈഡഡ് പോലെ ഇവിടെ വന്നതാണ്. ഞാൻ വേറൊരു സ്ഥലത്ത് പോയി, അത് ഒന്നും അവിടെ ശരിയായില്ല. അപ്പം ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പം പ്രാർത്ഥിച്ച് പെട്ടെന്ന് എനിക്കിങ്ങനെ ഈ നമ്പറിൽ വിളിക്കാൻ തോന്നി, അങ്ങനെ ആണ് വന്നത്. അപ്പം എനിക്ക് വളരെയധികം ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. എസ്പെഷ്യലി എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ അസിഡിറ്റി വിഷയം ഉണ്ടായിരുന്നു. രാത്രി കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കിടന്നപ്പം ചുമ വരും, പിന്നെ എഴുന്നേറ്റിരിക്കും, കുറേ നേരം അങ്ങനെയൊക്കെ എഴുന്നേറ്റിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഒരു കരിയർ തന്നെ സിംഗിങ് ഇതാണല്ലോ. അപ്പം തൊണ്ട പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ പോയല്ലോ. അപ്പം എനിക്ക് വളരെയധികം ഒരു ഹീലിംഗ് ആ ഏരിയയിൽ എനിക്ക് കിട്ടി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് പെട്ടെന്നൊരു അലർജി എന്തെങ്കിലും സൈഡിൽ കൂടെ പോയാൽ കയറി പിടിക്കുന്നൊരു നേച്ചറായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യാസം വന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഭയങ്കര ഫ്രീക്വന്റ് ട്രാവലിംഗ് US, പിന്നെ അതുപോലെ തിരിച്ച് വന്ന് അങ്ങനെ പല രാജ്യങ്ങളിലൊക്കെ പല ടൈം സോണിൽ ഇങ്ങനെ മാറി മാറിയൊക്കെ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷനൊക്കെ വന്ന് അവിടെയൊക്കെ ശരിക്കും വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്ടറുടെ മരുന്നാണ്. അപ്പം തീർച്ചയായിട്ടും അതൊരു ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ഒരു അനുഗ്രഹമുണ്ട്. അമ്മയുടെ ഒരു വിഷയം അമ്മച്ചി പിന്നെ ഇപ്പൊ വീട്ടിലെല്ലാവരും തന്നെ ഇവിടുത്തെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. വൈഫിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമ്മളുടെ ഇവിടുത്തെ മെഡിസിനാണ്. അപ്പം അതൊരു സ്പെഷ്യൽ ഒരു ദൈവാനുഗ്രഹം കൂടെ ഉണ്ട് അതിൽ കൂടെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അമ്മയുടെ ഹാർട്ടിന്റെ അല്ലേ അന്ന് വിഷയം പെട്ടെന്ന് വന്നത്? ഇപ്പൊ കുഴപ്പമില്ലാണ്ട് അല്ലേ? മെഡിസിൻ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഒരു സഡൻ ഒരു പ്രശ്നം ഉണ്ടായത് അല്ലേ? ആള് ആന്റിയോപ്ലാസ്റ്റിക് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ആൾക്ക് ഇങ്ങനെ വീണ്ടും വൈകാരിക പോലെ വന്നു. അപ്പം പിന്നെ ഇപ്പം കുഴപ്പമില്ല, അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോ അൽഫോൺസേട്ടന്റെ ഒരു ഷെയറിങ് കേൾക്കുകയായിരുന്നു. അൽഫോൺസേട്ടൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് അൽഫോൺസേട്ടൻ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നത്. അതിൽ ആദ്യത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫിസ്റ്റുല തന്നെയായിരുന്നു. ആൾ ഫിസ്റ്റുലയുടെ സർജറി വേണോ വേണ്ടേ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞത് ഇന്നൊരു ക്ലിനിക്ക് ഉണ്ട്, ഇവിടെ പോയാൽ മരുന്ന് കൊണ്ട് തന്നെ ഇത് മാറ്റിത്തരും എന്ന് പറഞ്ഞ ഒരു റെഫറൻസിലൂടെയാണ് ആൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്കൊക്കെ വരുന്നത്. അതിനുശേഷം നമ്മുടെ ഫിസ്റ്റുലയുടെ നമ്മൾ മരുന്ന് കൊടുത്ത് അത് ഏതാണ്ട് ഉണക്കായി കഴിഞ്ഞപ്പോഴാണ് ആളുടെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, ഈ ഭയങ്കരമായ അസിഡിറ്റിയുടെ പ്രോബ്ലവും അതുപോലെ തന്നെ ചുമയ്ക്കുന്ന ഒരു ചുമയുടെ ഒരു സിവിയർ ഒരു അലർജിക് കഫിന്റെ പ്രോബ്ലം, പിന്നെ അതിന്റെ സ്വരത്തിൽ പിച്ച് കിട്ടാത്ത ഒരു പ്രശ്നമൊക്കെ നമ്മളോട് അഡ്രസ്സ് ചെയ്യുകയും, പിന്നെ അങ്ങനെയൊക്കെ അവിടെയെല്ലാം നമ്മൾ കണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പിന്നെ നമ്മളിപ്പോൾ ഫിസ്റ്റുല ആണെങ്കിൽ എൻ്റെ മുൻ വീഡിയോസ് കണ്ടറിയാം, നമ്മളെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് വൈറൽ അസിഡിറ്റിയെ മാത്രമാണ്. ഈ അസിഡിറ്റി മാറുന്നതിലൂടെ തന്നെ ശരീരം തന്നെയാണ് ആ ഫിസ്റ്റുലയെ ഉണക്കുന്നതും, ശരീരം തന്നെയാണ് അലർജിക് കഫിന് ഇല്ലാണ്ടാക്കുന്നതും, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി. നമ്മളിൽ അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ വഴി പോകുന്ന എല്ലാ രോഗങ്ങളും നമുക്ക് പെട്ടെന്ന് വരും. നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം നമ്മുടെ മരുന്ന് കൊടുത്ത് അസിഡിറ്റിയെ കുറയ്ക്കുകയാണ് ഉണ്ടായത്. നമുക്കൊരു പ്രത്യേകത കൂടി ഉള്ളത്, നമ്മുടെ മരുന്നുകൾ നമ്മൾ സാധാരണ പറയും ഈ ചുക്കില്ലാത്ത കഷായില്ല എന്ന് പറയുന്നത് പോലെ
പലപ്പോഴും ആയുർവേദ മരുന്നുകളിൽ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചുക്കോ തിപ്പലിയോ കുരുമുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ ഇത്തരത്തിലുള്ള ചുക്ക് അല്ലെങ്കിൽ തിപ്പലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം മരുന്നുകളൊന്നും ചേർക്കാതെ വയറിലെ അസിഡിറ്റിയെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. ഇപ്പോഴും നമുക്ക് പറയാം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായ ക്ഷീണം തോന്നുക, വിറയ്ക്കുന്ന പോലെ അവസ്ഥ ഉണ്ടാവുക, ഇതെല്ലാം നമുക്ക് ഹൈപ്പർ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ടുള്ള ചായയും കോഫിയോ പോലുള്ള സാധനങ്ങൾ കുടിക്കാതിരിക്കുക, എരിവും പുളിയും കുറയ്ക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, പുളിയുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിലെ ഒരു 80% രോഗങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.